ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്തേത്ര ചിരിക്കാൻ? അല്ല, രാജുവിന്റെ മസിൽ പിടുത്തം കണ്ട് ചിരിച്ചു പോയതാ. പൂജ സമയത്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ നിൽക്ക് രാജു. ദൈവത്തിന്റെ മുമ്പിലായി പോയി. എന്താ പറഞ്ഞേ? അമ്പിക ചേച്ചി അത് വിട്ടിട്ടില്ല. പ്രതാപേട്ടൻ കോൾ ചെയ്യുമ്പോ എല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം. ധൈര്യമായിട്ടിരിക്കും. ഇതെവിടെ വെക്കണ്ടേ? അത് പൂജാമുറിയിൽ വെക്കണം, കഴുകി തുടയ്ക്കണം. ആ പിന്നെ കുറച്ച് തെറ്റിപ്പൂ കൂടെ പറിക്കണം. പൂവ് രാവിലെ അച്ഛൻ വാങ്ങിയതാണല്ലോ. ഈ അതില് തെറ്റിപ്പൂവൊന്നും ഇല്ല. നീ പോയി കുറച്ച് പൂ പറിച്ചോണ്ട് വാ. ആ അല്ലെങ്കിൽ വേണ്ട, നീയേ കുറച്ച് തേങ്ങ തിരികെ വെക്ക്. തെറ്റിപ്പൂ ഞാൻ തന്നെ പറിക്കാം. അവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്ക. അതിന്റെ ഇടയിൽ വല്ല ഇഴജന്തുക്കളും കയറി കിടക്കും. അതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ നിന്റെ അച്ഛനോട് പറഞ്ഞ കേക്കില്ല. ആണുങ്ങളുടെ പണി കൂടി ഞാൻ എടുക്കണം. നീ ചെല്ല്. വേണുട്ടാ. ആ മാഡം, മാഡത്തെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. എന്തായി വേണുട്ടാ പൂജയുടെ കാര്യങ്ങള്? എല്ലാ ഒരുക്കങ്ങളും തീരാറായി. രാധമ്മ പായസച്ചോറ് ഒരുക്കുന്ന തിരക്കില്ല. നമ്മളീ ചെയ്യുന്നതിനൊക്കെ ഫലം ഉണ്ടാവില്ലേ വേണുട്ടാ? രതികമോളും രാജുവും ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കില്ലേ? മാഡം വിഷമിക്കണ്ട, അവരിനി ഒരിക്കലും പിരിയില്ല. രാജുവിന്റെ മനസ്സ് മാറും. രാജു പ്രതീകമോളെ ജീവിത സഖിയായി അംഗീകരിക്കും. അതെ വേണുട്ടാ, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്റെ മോള് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ വേണ്ടിയാ. മാഡം, മാഡത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. മാഡം, നമ്മളാരും ദൈവത്തെ മറന്ന് ജീവിച്ചവരല്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. ഇതാരാ വേണുങ്ങളെ? പുതിയൊരാള്. ഇത് മീര. നല്ല പേര്. മീരാന്റിയുടെ സ്ഥലം എവിടെയാ? അല്ലാതെ ഇവിടുന്ന് മീരാന്റിയുടെ സ്ഥലം അല്പം ദൂരെയാ. ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. മീര മാഡം എന്റെ ഒരു പരിചയക്കാരിയാ. പണ്ട് കുറെ കാലം ഞാൻ മാഡത്തിന്റെ ഡ്രൈവറായിരുന്നു. മാഡത്തിന് എന്റെ വീട്ടുകാരെയൊക്കെ വലിയ ഇഷ്ടമാണ്. അതുമല്ല, മുൻപൊരിക്കൽ മാഡത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ മാഡത്തെ രക്ഷിച്ചത് ഇവിടുത്തെ ഋതികമോള. അതുകൊണ്ട് ഋതികമോളെ മാഡത്തിന് വലിയ ഇഷ്ടമാണ്. അത് ശരി. മീരാന്റിനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. മോളുടെ പേരെന്താ? രമ്യ. ഓ, വീട് ഇവിടെ തൊട്ടടുത്താ. ഇത് ഞങ്ങളുടെ വീടാ. ഞങ്ങളാ വേണുവെങ്കിലിന് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അറിയാം, വേണുട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, അപ്പോ മീരാന്റിക്ക് ഈ വീട്ടിലെ മിക്ക കാര്യങ്ങളും അറിയാം. അറിയാം. ആ ശരി, നിങ്ങൾ സംസാരിക്കേ. ആരാ ഈ പുതുമുഖം? മുമ്പ് ഞാൻ ഇവരെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വേണുവങ്കൾ പറഞ്ഞത് ഇവരുടെ സ്ഥലം ദൂരെ എവിടെയോ ആണെന്നാണല്ലോ. പക്ഷെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ആഹാ, പത്മാവതി മാഡം. നീ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേക്കണ്ട. പത്മാവതി മാഡം ഋതികമോളുടെ അമ്മയാണെന്ന് നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല. അത് നിനക്ക് അറിയാവുന്നതല്ലേ? അയ്യോ, ക്ഷമിക്കണം മാഡം, ഞാൻ പെട്ടെന്നത് ഓർത്തില്ല. നീ അത് ഓർക്കണം, ഉറപ്പായിട്ട് ഓർക്കണം. ഇക്കാര്യം നമ്മളെ അറിയിക്കേണ്ട സമയത്തെ അറിയിക്കാവൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം.
മാഡം എന്തായാലും വന്നല്ലോ, വളരെ സന്തോഷം. അമ്മ, ഞാൻ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രിയമോളെ സുഖമല്ലേ? ആ, അപ്പോ നിങ്ങൾ സംസാരിക്കേ, എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലിയുണ്ട്. ശരി. വാ മോളെ. എന്നാലും ആരായിരിക്കും മീര? എന്തിനായിരിക്കും അവര് വന്നത്? ഈ വരവ് വെറും ഒരു വരവല്ല, അതവരുടെ സംസാരം കാണുമ്പോ അറിയാം. എന്തോ കുഴപ്പമുണ്ട്. അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇനി ഉറക്കം വരില്ല. എന്താ എത്ര ചിരിക്കാൻ? അല്ല, രാജുവിന്റെ മസിൽ പിടുത്തം കണ്ട് ചിരിച്ചു പോയതാ. പൂജ സമയത്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ നിൽക്ക് രാജു. ദേ, ദൈവത്തിന്റെ മുമ്പിലായി പോയി. ഇല്ലെങ്കി ഇപ്പൊ എന്റെ വായിന്ന് നല്ലത് കേട്ടനെ. ഇതൊക്കെ കാണുമ്പോഴാ പെരുവിരളി നിരച്ച് കേറുന്നത്. പോരെങ്കി പുതിയൊരു അവതാരം. അവരുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? എന്താ ഇത്ര സന്തോഷിക്കാൻ? ഋതികേ രാജുവും അവരുടെ മോളും മരുമോനും ആണോ? ഇനി എന്റെ അന്വേഷണം നിങ്ങളെ പറ്റിയായിരിക്കും. നോക്കിക്കോ. നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഈ രമ്യ കണ്ടുപിടിച്ചോളാം. രാജു, അതും കൂടി എടുത്ത് അങ്ങോട്ട് വെക്കാൻ. മതി നിന്ന് ഡയലോഗ് അടിച്ച് കുറെ പറയുന്ന നേരെ കേക്ക്. ആ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഋതിക മാഡം? കഴിഞ്ഞു അങ്കിൾ. അപ്പൊ എല്ലാം ആയല്ലോ. ഇനി നമുക്ക് വിളക്കെത്തിക്കാം. ഇനി ഐശ്വര്യമായിട്ട് മീരാ മാഡം തന്നെ വിളക്കെത്തിക്കും. അയ്യോ, ഞാനോ? ഇനി ഇവര് വിളക്ക് കത്തിക്കാത്തൊരു കുറവും കൂടിയേ ഉള്ളൂ. എന്നേക്കാളും യോഗ്യതയുള്ള വേറൊരാൾ ഇവിടെ നിൽക്കുമല്ലേ? ഇനി എന്നെയാണോ അവരുദ്ദേശിച്ചത്? അതിന് വഴിയില്ല. ഋതിക മോളെയാണോ മാഡം ഉദ്ദേശിച്ചത്? അതെ.